ലാലേട്ടനും മമ്മൂക്കയും വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് അഭിനയിക്കുന്ന പടം മഹേഷ് നാരായണന്റെ സംവിധാനത്തിൽ ഈ വരുന്ന മെയ് 1-ാം തീയതിയാണ് പാട്രിയോട്ട് ഈ പറയുന്ന റിലീസിന് എത്തുന്നത്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സിനിമക്ക് കിട്ടുന്ന ഒരു ഹൈപ്പ് അത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഇങ്ങനെ ഹൈപ്പ് ഇങ്ങനെ കയറി കയറി വരുന്നത്. കാരണം മറ്റൊന്നുമല്ല, ലാലേട്ടനും മമ്മൂക്കയും മത്സരിച്ച് അഭിനയിക്കുന്ന ഒരു പടമാണ്. അതുപോലെ തന്നെ കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, നയൻതാര ഇത്തരത്തിലുള്ള വലിയ താരങ്ങളും ഈ ഒരു സിനിമയുടെ ഭാഗമായിട്ട് എത്തുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് പാട്രിയോട്ട് സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ തങ്ങളുടെ പ്രതിഫലമായിട്ട് ഈ ഒരു സിനിമയിൽ നിന്ന് എത്ര രൂപയാണ് വാങ്ങിയിട്ടുള്ളതെന്നാണ്. ഈ ഒരു സിനിമയുടെ ടോട്ടൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 136 കോടി രൂപയാണ്. ഈ ഒരു സിനിമയുടെ പ്രധാന കഥാപാത്രങ്ങളുടെ സാലറിയും അത്തരത്തിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിരിക്കുന്നത് പാട്രിയോട്ട് സിനിമയെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ഗൂഗിൾ സൈറ്റുകളിൽ നിന്നാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ ഞാൻ ഒന്നാമത്തെ പേര് പറയുന്നത് പ്രകാശ് ബെൽവാഡിയാണ്. ഏകദേശം 50 ലക്ഷം രൂപയാണ് പ്രകാശ് ഈ ഒരു സിനിമയിൽ അഭിനയിക്കാനായിട്ട് വാങ്ങിയിട്ടുള്ളത്. ദെൻ അടുത്തതായിട്ട് രണ്ടാമത്തെ പേര് പറയുന്നത് രഞ്ജി പണിക്കറാണ്. രഞ്ജി പണിക്കർ ഏകദേശം 35 ലക്ഷം രൂപയാണ് ഈ ഒരു സിനിമയിൽ നിന്ന് തന്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത്. ദെൻ അടുത്തതായിട്ട് മൂന്നാമത്തെ പേര് ഗ്രേസ് ആന്റണിയാണ്. പുള്ളിക്കാരത്തി ഏകദേശം 25 ലക്ഷം രൂപയാണ് തന്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത്. ദെൻ അടുത്തതായിട്ട് നാലാമത്തെ പേര് ദർശന രാജേന്ദ്രനാണ്. ഏകദേശം 25 ലക്ഷം രൂപയാണ് ദർശന രാജേന്ദ്രൻ ഈ ഒരു സിനിമയിൽ നിന്ന് തന്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത്. ദെൻ അടുത്തതായിട്ട് അഞ്ചാമത്തെ പേര് പറയുന്നത് രേവതിയാണ്. രേവതി നമ്മുടെ സീനിയർ ആക്ട്രസ് ആയിട്ടുള്ള രേവതി ഏകദേശം 40 ലക്ഷം രൂപയാണ് തന്റെ പ്രതിഫലമായിട്ട് ഈ ഒരു സിനിമയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. ദെൻ അടുത്തതായിട്ട് പറയുന്നത് ഈ ഒരു സിനിമയിലെ പ്രധാന കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്ന നയൻതാര ഏകദേശം 5 കോടി രൂപയാണ് തന്റെ പ്രതിഫലമായിട്ട് ഈ ഒരു പാട്രിയോട്ട് സിനിമയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. ദെൻ അടുത്തതായിട്ട് കുഞ്ചാക്കോ ബോബനാണ്. കുഞ്ചാക്കോ ബോബൻ ഏകദേശം 3 കോടി രൂപയാണ് തന്റെ പ്രതിഫലമായിട്ട് ഈ ഒരു സിനിമയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. ദെൻ അടുത്തതായിട്ട് ഫഹദ് ഫാസിലാണ്. ഫഹദ് ഏകദേശം 5 കോടി രൂപയാണ് തന്റെ പ്രതിഫലമായിട്ട് ഈ ഒരു സിനിമയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. ദെൻ അടുത്തതായിട്ട് മോഹൻലാലാണ്. നമ്മുടെ ലാലേട്ടൻ ഏകദേശം 10 കോടി രൂപയാണ് ഈ ഒരു സിനിമയിൽ നിന്ന് തന്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത്. ഒരു ആർമി ഉദ്യോഗസ്ഥനായിട്ടാണ് ലാലേട്ടൻ അഭിനയിക്കുന്നത്. അതുപോലെ തന്നെ ഒരു കാമിയോ അപ്പിയറൻസ് നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. ഏകദേശം 38 മിനിറ്റൊക്കെ ലാലേട്ടൻ ഈ ഒരു സിനിമയിൽ ഉണ്ടാവുള്ളൂ. ദെൻ അടുത്തതായിട്ട് ഒന്നാമത്തെ പേര് പറയുന്നത് നമ്മുടെ സ്വന്തം മമ്മൂക്കയാണ്. ഏകദേശം 16 കോടി രൂപയാണ് നമ്മുടെ മമ്മൂക്ക ഈ ഒരു സിനിമയിൽ അഭിനയിക്കാനായിട്ട് തന്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത്. ദെൻ അടുത്തതായിട്ട് ഏറ്റവും അവസാനത്തെ പേര് പറയുന്നത് ഐവിനാണ്. ഐവിൻ ഏകദേശം 1400 രൂപയാണ് ഈ ഒരു സിനിമയിൽ അഭിനയിക്കാനായിട്ട് തന്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത്. അത് മറ്റാരുമല്ല, ഞാൻ തന്നെയാണ്. ഞാൻ ഈ ഒരു സിനിമയിൽ ഏറ്റവും അവസാനം ഈ ഒരു സിനിമയുടെ എൻഡിങ്ങിൽ ചെറിയൊരു കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു NCC കാഡറ്റ് ആയിട്ട് ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് കൂടി പോയിട്ട് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും എനിക്ക് പ്രതിഫലമായിട്ട് 1400 രൂപയാണ് വെറുതെ പോസ്റ്റായിട്ട് നിൽക്കുന്നതിന് കിട്ടിയത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സിനിമയുടെ പ്രതിഫലങ്ങളും ഈ ഒരു സിനിമയുടെ ആ ഒരു ട്രെയിലറും ടീസറൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഇതൊരു ബിഗ് ബഡ്ജറ്റ് പടമാണ്. ഏകദേശം 136 കോടി രൂപയാണ് ഈ ഒരു പടത്തിന്റെ ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയും ഒരുമിച്ചെത്തുന്ന പടം. വർഷങ്ങൾക്ക് ശേഷമാണ് ഇവർ ഒരുമിച്ച് അഭിനയിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സിനിമയുടെ ഹൈപ്പ് എന്ന് പറയുന്നത് വൻ ഹൈപ്പാണ്. ഇവിടെ മാത്രമല്ല, ഇത് എല്ലാ സ്ഥലങ്ങളിലും ഇത് ഭയങ്കര ഹൈപ്പിലാണ് ഈ ഒരു സിനിമ ഇറങ്ങാനായിട്ട് പോകുന്നത്. ഈ വരുന്ന മെയ് 1-ാം തീയതി ഈ ഒരു സിനിമ റിലീസിന് എത്തുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഈ പറയുന്ന സിനിമാ തിയേറ്ററുകളിൽ പോയി തന്നെ ഈ ഒരു സിനിമ കാണാനായിട്ട് ശ്രമിക്കുക. OTTക്ക് വേണ്ടി കാത്തിരിക്കരുത്. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. താങ്ക്